നമസ്കാരം. യു.പിയിൽ ബി.ജെ.പി. സ്ഥാനാർത്ഥി പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട പിലിഭിത്തിൻ്റെ എം.പി വരുൺ ഗാന്ധി വളരെ വൈകാരികമായ ഒരു കത്തുമായി രംഗത്തെത്തിയിരിക്കുന്നു. മണ്ഡലവുമായി തനിക്കുള്ളത് കുടുംബത്തിന് സമാനമായിട്ടുള്ള ബന്ധമാണ് എന്നും അത് രാഷ്ട്രീയത്തിന് അതീതമാണ് എന്നുമാണ് വരുൺ ഗാന്ധി ആ കത്തിൽ പറയുന്നത്. പിലിഭിത്തിൻ്റെ പുത്രൻ എന്ന് സ്വയം വിശേഷിപ്പിച്ച് എഴുതിയ കത്തിൽ ജനങ്ങളെ സേവിക്കുന്നത് തുടരാൻ എന്ത് വില കൊടുക്കാനും താൻ തയ്യാറാണ് എന്ന് ആ കത്തിൽ പരാമർശിക്കുന്നുണ്ട്. പിലിഭിത്തിലെ വോട്ടർമാർക്ക് വേണ്ടി തൻ്റെ വാതിലുകൾ എപ്പോഴും തുറന്നിട്ടിരിക്കുമെന്നും അവർക്ക് വേണ്ടി താൻ പ്രവർത്തിക്കുമെന്നും വാചാലനാവുകയാണ് വൈകാരികമായി വരുൺ ഗാന്ധി. സാധാരണക്കാരൻ്റെ ശബ്ദം കേൾപ്പിക്കുവാനാണ് രാഷ്ട്രീയത്തിലേക്ക് താൻ ഇറങ്ങിയത് എന്ന് പറയുമ്പോഴും തുടർന്നും അത് മുന്നോട്ട് കൊണ്ടുപോകുവാനുള്ള ഒരു സാഹചര്യം നിങ്ങളുടെയൊക്കെ അനുവാദം അത് തേടുകയാണ് ഇതിലൂടെയെന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. വിശ്വാസത്തിലും സ്നേഹത്തിലും അധിഷ്ഠിതമാണ് പിലിഭിത്തുമായുള്ള തൻ്റെ ബന്ധം. അതെല്ലാ രാഷ്ട്രീയ കണക്കുകൂട്ടലുകൾക്കും മുകളിലാണ് എന്ന് തന്നെയാണ് വരുൺ ഗാന്ധി ആ കത്തിൽ എഴുതി വച്ചിരിക്കുന്നത്. അദ്ദേഹം കത്തെഴുതുമ്പോൾ എണ്ണമറ്റ ഓർമ്മകൾ എന്നെ വികാരാധീനനാക്കുന്നു എന്ന് പറഞ്ഞു. 1983 അമ്മയുടെ കൈപിടിച്ച് പിലിഭിത്തിലേക്ക് വന്ന 3 വയസ്സുകാരനെ ഞാൻ ഓർമ്മിക്കുന്നു എന്ന് പറയുന്നു. ഈ ഭൂമി പിന്നീട് അവൻ്റെ കർമ്മഭൂമിയും ജനങ്ങൾ അവൻ്റെ കുടുംബവുമാകുമെന്ന് എങ്ങനെയാവും അവൻ അറിഞ്ഞിട്ടുണ്ടാവുക. നിങ്ങളെയൊക്കെ പ്രതിനിധീകരിക്കുവാൻ കഴിഞ്ഞത് തന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ഒരാദരമായിരുന്നു, നിങ്ങളുടെ ഔദാര്യമായിരുന്നു. നിങ്ങളുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുവാൻ പരമാവധി ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. എം.പി. എന്ന നിലയിൽ എൻ്റെ കാലാവധി അവസാനിക്കുകയാണ് എങ്കിലും ഈ പിലിഭിത്തുമായുള്ള ബന്ധം അവസാന ശ്വാസം വരെ അവസാനിക്കില്ല എന്നുകൂടി പറയട്ടെ. എം.പി. എന്ന നിലയിൽ അല്ലെങ്കിലും പിലിഭിത്തിൻ്റെ മകൻ എന്ന നിലയിൽ നിങ്ങളെ ജീവിതകാലം മുഴുവൻ സേവിക്കാൻ ഞാൻ പ്രതിജ്ഞാബദ്ധനാണ് എന്ന് വരുൺ ഗാന്ധി ആ കത്തിൽ പറഞ്ഞു വെക്കുന്നു വളരെ വൈകാരികമായി. പിലിഭിത്തിൽ നിന്ന് 2 തവണ എം.പി. ആയ വരുൺ ഗാന്ധിക്ക് വീണ്ടും വേണമെങ്കിൽ ഒരു അവസരം നൽകാമായിരുന്നു. പക്ഷേ അവസരം നൽകാൻ ബി.ജെ.പി. തയ്യാറായിരുന്നില്ല എന്നതാണ്. ഇത്തവണത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വരുൺ ഗാന്ധിയെ മാറ്റി നിർത്തുക, മുൻ കോൺഗ്രസ് നേതാവായിട്ടുള്ള ജിതിൻ പ്രസാദിനെയാണ് ഇവിടെ ഈ പിലിഭിത്തിൽ പാർട്ടിയുടെ സ്ഥാനാർത്ഥിയാക്കി ഇപ്പോൾ ബി.ജെ.പി. വന്നിരിക്കുന്നത്. അങ്ങനെ ജിതിൻ പ്രസാദിനെ കൊണ്ടുവരുന്നതിന് പിന്നിൽ യോഗി ആദിത്യനാഥിൻ്റെ വളരെ ശക്തമായ സമ്മർദ്ദമുണ്ടായിരുന്നു. ഒപ്പം തന്നെ വരുൺ ഗാന്ധിയുടെ വാക്കുകൾ, അയാളുടെ പ്രവർത്തനങ്ങൾ ഒക്കെ ബി.ജെ.പി. എന്ന് പറയപ്പെടുന്ന പാർട്ടിക്ക് പ്രതികൂലമാകുന്ന ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുത്തു എന്ന് അവർ അവകാശവാദം ഉന്നയിക്കുമ്പോഴും നരേന്ദ്രമോദിക്കെതിരെയും കൊറോണ കാലത്ത് സർക്കാരിനെതിരെയും കേന്ദ്ര സർക്കാരിനെതിരെയൊക്കെ വളരെ ശക്തമായി ആഞ്ഞടിച്ച ഒരു വ്യക്തിത്വം കൂടിയായിരുന്നു വരുൺ ഗാന്ധി എന്ന് പറയപ്പെടുന്ന പിലിഭിത്തിൻ്റെ പുത്രനായ എം.പി. അതുകൊണ്ട് തന്നെ ബി.ജെ.പിയുടെ കണ്ണിലെ കരടായി തീരുവാൻ അധിക സമയം വേണ്ടി വന്നില്ല വരുൺ ഗാന്ധിക്ക് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് പിലിഭിത്തിലേക്ക് അദ്ദേഹത്തിന് ഇപ്പോൾ അവസരം കൊടുക്കാത്തത് ബി.ജെ.പി. അവിടെ ജിതിൻ പ്രസാദ് എന്ന് പറയപ്പെടുന്ന പഴയ കോൺഗ്രസ്സുകാരനെ ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥിയായി മത്സരിപ്പിക്കുന്നതിന് യോഗി ആദിത്യനാഥ് വടം വലിച്ചു എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ആ സമ്മർദ്ദത്തിൻ്റെ പുറത്ത് തന്നെയാണ് പിലിഭിത്തിൽ നിന്നും വരുൺ ഗാന്ധിക്ക് വഴിമാറിക്കൊടുക്കേണ്ടി വരുന്നതും ഇനി സമാജ്വാദി പാർട്ടി വഴി ഇന്ത്യ മുന്നണിയിലേക്ക് എത്തുവാനുള്ള സാധ്യതയുണ്ട്. അതല്ലെങ്കിൽ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി നിന്നുകൊണ്ട് അമേഠിയിലോ റായ്ബറേലിയിലോ അല്ലെങ്കിൽ പിലിഭിത്തിൽ തന്നെയോ മത്സരിക്കുവാനുള്ള സാധ്യതയും വരുൺ ഗാന്ധിയിലുണ്ട്. വരും ദിവസങ്ങളിൽ അത്തരത്തിലുള്ള വലിയ തീരുമാനങ്ങളിലേക്ക് വരുൺ ഗാന്ധി പോകുക തന്നെ ചെയ്യുമെന്നുള്ള കാര്യത്തിലും സംശയമില്ല. പിലിഭിത്ത് തന്നെയാണ് അദ്ദേഹം കൂടുതൽ ശ്രദ്ധ പിടിപ്പിക്കുന്നതെങ്കിൽ കൂടിയും റായ്ബറേലിയിലോ അമേഠിയിലോ മത്സരിച്ചാലും അത്ഭുതപ്പെടാനില്ല. കാരണം ആ മണ്ഡലങ്ങളിലെ പൂർണ്ണ പിന്തുണ കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും ഇന്ത്യ മുന്നണി അടക്കം വരുൺ ഗാന്ധിക്ക് നൽകുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ വളരെ പെട്ടെന്ന് അവിടുന്ന് ജയിച്ചു കയറാൻ വരുൺ ഗാന്ധിക്ക് കഴിയുമെന്നുള്ള ഒരു വിശ്വാസം കൂടി അദ്ദേഹത്തിനുണ്ട്. ആ വിശ്വാസത്തിലേക്ക് അദ്ദേഹം നടന്നെടുക്കുകയാണെങ്കിൽ വരും ദിവസങ്ങളിൽ ഇന്ത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി വരുൺ ഗാന്ധിയെ കാണുകയും ചെയ്യാം.